മാധ്യമപ്രവർത്തകർക്ക് നേരെ വീണ്ടും അഭിഭാഷകരുടെ അതിക്രമം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ ഇറക്കിവിട്ടു. ജിഷ കേസ് വിചാരണയ്ക്കിടെയായിരുന്നു ഇറക്കിവിടൽ. കേസ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെയാണ് ഇറക്കിവിട്ടത്. കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശിരസ്താർ ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകർ ഇറങ്ങിപ്പോയി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, പലതരത്തിലുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനായി നടക്കുന്നുണ്ട്. അതിനിടയിൽ പോലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വീണ്ടും കടന്നുവരുന്നു. എന്താണ് ഇന്ന് സംഭവിച്ചത്? സ്വാമി, ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യാനായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എത്തിയതായിരുന്നു മാധ്യമപ്രവർത്തകർ. എന്നാൽ രാവിലെ മാധ്യമപ്രവർത്തകർക്ക് കോടതിയിൽ ഇരിക്കാൻ കഴിഞ്ഞെങ്കിലും ഉച്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും ചേർന്നപ്പോൾ മാധ്യമപ്രവർത്തകരെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായി അഭിഭാഷകർ ആവശ്യപ്പെടുകയായിരുന്നു. രാവിലെ മുതൽ തന്നെ അഭിഭാഷകർക്കിടയിൽ ഇത്തരത്തിലൊരു സംസാരം ഉണ്ടായിരുന്നു. അതായത് മാധ്യമപ്രവർത്തകരെ കോടതിയിൽ ഇരുത്താൻ അനുവദിക്കരുത്, അവരെ ഇറക്കിവിടണമെന്ന രീതിയിൽ സംസാരം അഭിഭാഷകർക്കിടയിൽ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അവർ അത് പ്രാവർത്തികമാക്കി. അതായത് മാധ്യമപ്രവർത്തകരോട് ഇറങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെടുകയും പലതരത്തിലുള്ള ആക്ഷേപ വാക്കുകൾ ചൊല്ലുകയും ചെയ്തു. ഇതിനുശേഷം കോടതിയിലെ ശിരസ്തദാർ എത്തി തൽക്കാലത്തേക്ക് പ്രശ്നം ഒഴിവാക്കാനായി മാധ്യമപ്രവർത്തകരോട് കോടതി മുറിക്ക് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് അംഗീകരിച്ച ഒരു പ്രകോപനവും കൂടാതെ മാധ്യമപ്രവർത്തകർ പുറത്ത് ഇറങ്ങി. ഇതിനുശേഷം ജഡ്ജിയെ കണ്ട് പരാതി നൽകാനായി മാധ്യമപ്രവർത്തകർ ശ്രമിച്ചപ്പോൾ അതിനെയും അഭിഭാഷകർ തടയുകയായിരുന്നു. ജഡ്ജിയെ കാണാൻ ശ്രമിക്കവേ അതും അഭിഭാഷകർ വിലക്കി. എന്തായാലും എറണാകുളം ജില്ലാ കോടതിയിലും ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. ഉമേഷ്, അതേസമയം തന്നെ ജിഷ കേസ് വിചാരണയ്ക്കിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ 1 മാസം നീട്ടിവെക്കണമെന്ന് ഇന്ന് അമീറിന്റെ അഭിഭാഷകൻ ആളൂർ കോടതിയിൽ ആവശ്യപ്പെടുകയുണ്ടായി. അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്വാമി, രാവിലെ ഉള്ള വാദപ്രതിവാദങ്ങൾ കേൾക്കാൻ മാത്രമാണ് മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞത്. അതായത് അഡ്വക്കേറ്റ് ആളൂരിന്റെ വാദം നമുക്ക് കേൾക്കാൻ സാധിച്ചു. വിചാരണ നടപടികൾ 1 മാസത്തേക്ക് നീട്ടിവെക്കണം, കേസിന്റെ രേഖകൾ ലഭ്യമാക്കേണ്ടതുണ്ട്, കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം വിവർത്തനം ചെയ്ത് ഹിന്ദിയിലേക്കോ അല്ലെങ്കിൽ ആസാമി ഭാഷയിലേക്കോ വിവർത്തനം ചെയ്ത് അമീറുൽ ഇസ്ലാമിന് നൽകാനുള്ള സാഹചര്യം ഒരുക്കണം, അഭിഭാഷകൻ എന്ന നിലയ്ക്ക് തനിക്ക് സംഭവസ്ഥലം സന്ദർശിക്കാൻ അനുമതി നൽകണം. ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കും. അതുകൊണ്ട് 1 മാസത്തേക്ക് നീട്ടിവെക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. അതുകൂടാതെ ജിഷയുടെ പിതാവ് പാപ്പു സമർപ്പിച്ച തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലും കോടതി വാദം കേട്ടു. ഇതിന് മറുപടിയായി പ്രോസിക്യൂഷന്റെ വാദമാണ് ഉച്ചയ്ക്ക് ശേഷം നടന്നത്. അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ എത്തിയപ്പോഴാണ് തടഞ്ഞത്. ആ സമയം മാധ്യമപ്രവർത്തകരെ തടഞ്ഞ സമയത്ത് കോടതി നടപടികൾ നിർത്തിവെക്കേണ്ടതായും വന്നു. എന്നാൽ പിന്നീട് അവിടെ എന്ത് നടന്നു എന്ന് സംബന്ധിച്ച് അറിയാൻ മാധ്യമപ്രവർത്തകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നു കോടതിയുടെ തീരുമാനം എന്ന് ഇപ്പോഴും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. സോമി, ശരി. ഉമേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ AK ആന്റണി ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് തത്സമയത്ത്. കഴിഞ്ഞു, അത് അവരുടെ ഏറ്റവും വലിയ നേട്ടമാണെന്നാണ് പോകുന്നിടത്തെല്ലാം പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾ എക്സൈസ്മെന്റിനെ കബളിപ്പിക്കുകയാണ്, വഞ്ചിക്കുകയാണെന്ന് എക്സൈസ് സംഘടനകൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോഴും ശരി തോതിലെങ്കിലും ജന്തർ മന്ദറിൽ അവരുടെ സത്യാഗ്രഹം നടക്കുകയാണ്. ജവാന്റെ ആത്മഹത്യയോടുകൂടി 1 റാങ്ക് 1 പെൻഷൻ പൂർണ്ണമായി നടപ്പാക്കി എന്നുള്ള പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും ഗവൺമെൻറ്റെയും പ്രഖ്യാപനം തികച്ചും വഞ്ചനയായിരുന്നു വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. 3 വർഷം മുമ്പ് തീരുമാനിച്ചൊരു കാര്യം നടപ്പാക്കാൻ ഇത്രയും കാലതാമസം ഉണ്ടാക്കുകയും ഒടുവിൽ ഒരു ജവാന്റെ ദാരുണമായ ആത്മഹത്യയിൽ എത്തുകയും ചെയ്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. വിമുക്ത ഭടന്റെ ആത്മഹത്യയിലൂടെ 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി തികച്ചും വഞ്ചനാപരമായിരുന്നു എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നതെന്നാണ് ആന്റണി ദില്ലിയിൽ പറഞ്ഞത്. മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നു. മലപ്പുറം കളക്ടറേറ്റിലെ സ്ഫോടന സ്ഥലത്തു നിന്ന് ലഭിച്ച പെൻഡ്രൈവിൽ നിന്ന് കൊല്ലം മൈസൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളടങ്ങിയ വീഡിയോ ലഭിച്ചതായി IGMR അജിത് കുമാർ. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും സ്ഫോടനത്തിന് സംഘം പദ്ധതിയിട്ടതിന്റെയും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ വിവിധ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്നും മലപ്പുറത്തെത്തി.
കൊല്ലം, കർണാടകത്തിലെ മൈസൂർ കലക്ടറേറ്റുകളിലെ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളടങ്ങിയ വീഡിയോ ആണ് മലപ്പുറം കലക്ടറേറ്റിൽ നിന്ന് ലഭിച്ച പെൻഡ്രൈവിലുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും സംഘം സ്ഫോടനത്തിന് ശ്രമിച്ചുവെന്നും IG MR അജിത് കുമാർ പറഞ്ഞു. നെല്ലൂരും, വെല്ലൂരും, മൈസൂരിലും ഒക്കെ നടന്നതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഓപ്പറേഷൻസാണ്. ഇവിടെ നിന്ന് കിട്ടിയ തെളിവുകളും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെല്ലാം ഒരു ഗ്രൂപ്പ് തന്നെ ചെയ്തേക്കാം. NIA കൊച്ചി യൂണിറ്റിലെ DYSP V അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ അന്വേഷണ സംഘം സ്ഫോടന സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഇവരോടൊപ്പം കൊല്ലം, മൈസൂർ സ്ഫോടന കേസുകളിലെ അന്വേഷണ ഉദ്യോഗസ്ഥരും തമിഴ്നാട് Q ബ്രാഞ്ചിലെ അംഗങ്ങളും മലപ്പുറത്തെത്തി. ഫോറൻസിക് വിഭാഗവും വിശദമായ പരിശോധനകൾ പൂർത്തിയാക്കി. അന്വേഷണ ചുമതലയുള്ള നാർക്കോട്ടിക് DYSP PT ബാലനും മലപ്പുറത്തുണ്ട്. കലക്ടർ വിളിച്ച വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ സിവിൽ സ്റ്റേഷനിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഊർജിതമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മലപ്പുറം കളക്ടറേറ്റിലുണ്ടായ സ്ഫോടനത്തെ സർക്കാർ അതീവ ഗൌരവമായി കാണുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബേസ് മൂവ്മെന്റ് എന്നെഴുതിയ കാർഡ് ബോർഡ് പെട്ടി കണ്ടെത്തിയത് സൂചനയാണോ, തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണോ എന്നത് അന്വേഷിച്ച് കണ്ടെത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മലപ്പുറത്തെ സമാധാനം തകർക്കാനുള്ള ശ്രമമാണിതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. സർക്കാർ വിഷയത്തെ ലാഘവമായി കാണുന്നുവെന്ന് ആരോപിച്ച O രാജഗോപാൽ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മലപ്പുറം കളക്ടറേറ്റിലുണ്ടായ സ്ഫോടനം ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം വിഷയം സഭയിൽ ഉന്നയിച്ചത്. ഒറ്റപ്പെട്ടതാണെങ്കിലും മലപ്പുറം കളക്ടറേറ്റ് സ്ഫോടനത്തെ അതീവ ഗൌരവമായി കാണുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബേസ് മൂവ്മെന്റ് എന്നെഴുതിയ കാർഡ്ബോർഡ് പെട്ടി കണ്ടെത്തിയത് സൂചനയാണോ, തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണോ എന്നത് അന്വേഷിച്ച് കണ്ടെത്തുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. നാർക്കോട്ടിക് സെൽ DYSP PT ബാലനാണ് അന്വേഷണ ചുമതല. സ്ഫോടക വസ്തു നിയമം 3A പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർ, ഇതുപോലുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്നത് ഗൗരവമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇത് ആരാണ് പിന്നിൽ, ഏത് കൂട്ടരാണ് എന്നെല്ലാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതിന് ഉത്തരവാദികളായവരെ പിടികൂടാനുള്ള ഗൗരവമായ ശ്രമം തന്നെയാണ് പോലീസ് നടത്തുന്നത്. മലപ്പുറത്ത് ബേസ് മൂവ്മെന്റ് എന്ന സംഘടനയെക്കുറിച്ച് കേട്ടിട്ടില്ലെന്നും അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ അടിവേര് കണ്ടെത്തണമെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ P ഉബൈദുള്ള പറഞ്ഞു. കേരളം ഭീകരവാദികളുടെ താവളമായി മാറുന്നുവെന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് യോജിക്കുന്നില്ലെന്നും ഇവയെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സാർ, ഇത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന നടപടികളോട് നമുക്കാർക്കും യോജിക്കാൻ കഴിയുന്നതല്ല. ഇത് ക്രൈമാണ്. ക്രൈമിനെ ക്രൈമായി നമുക്ക് കാണാൻ കഴിയണം. ചില ഛിദ്രശക്തികൾ അക്രമങ്ങൾ നടത്തുകയും അത് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതും നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാർ. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. സർക്കാർ നിലപാട് കണക്കിലെടുത്ത് പ്രതിപക്ഷം സഭയിൽ തുടർന്നു. എന്നാൽ വിഷയം സർക്കാർ ലാഘവമായി കാണുന്നുവെന്നാരോപിച്ച് O രാജഗോപാൽ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും S ഷീജ. ഇപ്പോൾ AK ആന്റണി ദില്ലിയിൽ സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. തെറ്റുതിരുത്തി ഗവൺമെൻറ് വാഗ്ദാനം പാലിക്കണം. 1 റാങ്ക് 1 പെൻഷൻ അടിയന്തരമായി എത്രയും വേഗം നടപ്പാക്കി ഗവൺമെൻറ് വാഗ്ദാനം പാലിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഭാഗികമായി നടപ്പാക്കിയിട്ടുണ്ട്. പൂർണ്ണമായി നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഒരു എക്സൈസ് ബാൻഡ് ആത്മഹത്യ ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം പല സ്ഥലത്തും അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയായിട്ടില്ല. കുറേ പേർ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്കും കിട്ടിയിട്ടില്ല. കിട്ടിയത് തന്നെ UPA ഗവൺമെൻറ് പ്രഖ്യാപിച്ച് 1 റാങ്ക് 1 പെൻഷനിൽ വെള്ളം ചേർത്ത് കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടാണ് നടപ്പാക്കിയിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള വിമുക്ത ഭടന്മാരുടെ സമരം ഇപ്പോഴും നടക്കുകയാണ്. ഈ സമയത്തും ജന്തർമതിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ജീവിതം മുഴുവൻ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത പട്ടാളക്കാരെ, എക്സൈസുകാരെ അവരുടെ അവകാശത്തിന് വേണ്ടി അവർ 1 റാങ്ക് 1 പെൻഷന് വേണ്ടി തെരുവിലിറക്കുന്നത് തെറ്റാണ്. അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയെങ്കിലും സമയം നഷ്ടപ്പെടുത്താതെ അവരോട് പറഞ്ഞ വാക്ക് പാലിക്കണം. ഒരു കാര്യം വ്യക്തമായി ഈ ആത്മഹത്യയോടുകൂടി,
വൺ റാങ്ക് വൺ മെൻഷൻ പൂർണ്ണമായി നടപ്പാക്കിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പറഞ്ഞത് തെറ്റായിരുന്നു. അത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതിന് മാപ്പ് പറയുകയും തെറ്റിതിരുത്തി എത്രയും വേഗം പൂർണ്ണമായി അക്ഷരാർത്ഥത്തിൽ തന്നെ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് വൺ റാങ്ക് വൺ മെൻഷൻ നടപ്പാക്കുകയും വേണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. രണ്ടും കൂടെ കൂട്ടിക്കിടക്കണം, പറഞ്ഞേ പറയാം. രണ്ടായിട്ട് കൂട്ടണം. തിരികെ വാർത്തയിലേക്ക്. കേരളത്തിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. സംസ്ഥാനത്ത് തീവ്രവാദ പ്രവർത്തനം ശക്തമായി എന്നതിന്റെ തെളിവാണ് മലപ്പുറം സ്ഫോടനം. തീവ്രവാദ കേസുകളിൽ നാളിതുവരെ കൈക്കൊണ്ട നടപടികളെപ്പറ്റി സർക്കാർ ധവളപത്രം ഇറക്കണമെന്നും കുമ്മനം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ ആർക്കും നിയന്ത്രിക്കാനാവാത്ത വിധം തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ദുരന്തങ്ങളിലേക്കായിരിക്കും ഇതെല്ലാം വന്നു ചെന്ന് എത്തിച്ചേരുക. തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വിദഗ്ധ കുറ്റാന്വേഷണ സംഘത്തെ ഉടനെ തന്നെ നിയമിക്കണം. മുത്തലാഖ് ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് കാന്തപുരം. ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രധാനമന്ത്രിയെ കണ്ട് പ്രതിഷേധം അറിയിക്കുമെന്നും കാന്തപുരം പറഞ്ഞു. തലാഖ് എന്ന് പറഞ്ഞാൽ 3 തലാഖ്. അത് ഒരേ സമയവും പറയാം, പല സമയവും പറയാം. പരമാവധി അതിൽ ഒഴിവാക്കേണ്ടതാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വലിച്ചിട്ട ഒരു പ്രശ്നം മാത്രമാണത്. ഇസ്ലാം ഒരു തലാഖിൻ്റെ ആൾക്കാരാണ്. മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ തലാഖ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന, അതിനെ പ്രേരിപ്പിക്കുന്ന, കണ്ടമാനം തലാഖ് ചെല്ലുന്ന ഒരു വിഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ മെനഞ്ഞെടുത്ത ഒരു ആയുധം മാത്രമാണത്. DCC അധ്യക്ഷന്മാരുടെ അന്തിമ പട്ടികയിൽ സമവായത്തിനായി KPCC രാഷ്ട്രീയകാര്യ സമിതി തിരുവനന്തപുരത്ത് യോഗം ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരമാനൂർ ചേരുന്നു. സുനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? സോമ്യ, അല്പം മുമ്പാണ് KPCC ആസ്ഥാനത്ത് യോഗം ആരംഭിച്ചത്. പ്രധാനമായും യോഗം ചർച്ച ചെയ്യുന്നത് DCC ഭാരവാഹികളുടെ കാര്യത്തിലെ അന്തിമ പട്ടിക തന്നെയാണ്. നവംബർ 10 മുമ്പ് അന്തിമ പട്ടിക കേന്ദ്രത്തിന് കൈമാറണമെന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയകാര്യ സമിതിയിലേക്കുള്ള അംഗങ്ങളെയും ഇന്ന് തന്നെ തീരുമാനിക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത്. ഇതിനകത്ത് പ്രധാനമായും ചില ജില്ലകളിൽ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമാണ് പ്രധാനമായും നിൽക്കുന്നത്. അക്കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു സമവായത്തിൽ എത്തും എന്നുള്ളൊരു സൂചനയാണുള്ളത്. പക്ഷേ തർക്കം വീണ്ടും നിലനിൽക്കുകയാണെങ്കിൽ അത് പിന്നീട് കേന്ദ്ര നേതൃത്വം, അതായത് AICC തന്നെ ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് ഹൈക്കമാൻഡ് എടുക്കട്ടെ എന്നുള്ളൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോവുക. എയും ഐ ഗ്രൂപ്പും തുല്യമായി ആളുകളെ പ്രഖ്യാപിക്കുകയും അത് അനുസരിച്ചുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കണം, ഒരാളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, ഓരോ ജില്ലയിലും ഒരാളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കണം നൽകേണ്ടത് എന്നാണ് AICC നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതനുസരിച്ചുള്ള ഒരു സമവായത്തിനാണ് നേതാക്കൾ ശ്രമിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഗ്രൂപ്പിൻ്റെ ശക്തമായിട്ടുള്ള പോര് മൂലം തന്നെ ഇത്തരത്തിലൊരു ലിസ്റ്റ് വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ പിന്നീട് അക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയുണ്ടാകും. യോഗം അല്പസമയത്തിന് മുമ്പാണ് ആരംഭിച്ചത്. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ആരംഭിച്ചു. സുനിൽ എരമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ഏലൂരിലെ വ്യവസായ സ്ഥാപനമായ HIL സ്ഫോടനം, 7 പേർക്ക് പരിക്കേറ്റു. കാർബൺ ഡൈ സൾഫേറ്റ് ടാങ്കറിൽ നിന്നും പ്ലാന്റിലേക്ക് മാറ്റുന്നതിനിടെ ചോർന്ന് തീപിടിക്കുകയായിരുന്നു. കാർബൺ ഡൈ സൾഫൈഡുമായി എത്തിയ ബുള്ളറ്റ് ടാങ്കർ ലോറിക്കാണ് തീപിടിച്ചത്. വാതകം ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ചോർന്ന് തീപിടിക്കുകയായിരുന്നു. 3 പേർക്ക് പൊള്ളലേറ്റു. ലോറിയുടെ ടയറുകൾ പൊട്ടിത്തെറിച്ച് സമീപം നിന്നവർക്കും പരിക്കേറ്റു. ഗണപതി, ജോൺ, സിജോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഗണപതിക്ക് 50% പൊള്ളലേറ്റു. പരിക്കേറ്റവരെ എറണാകുളത്തെയും ഇടപ്പള്ളിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 10 അഗ്നിശമന സേനാ യൂണിറ്റുകൾ 2 മണിക്കൂറോളം പ്രയത്നിച്ചാണ് വാതക ചോർച്ച നിയന്ത്രിച്ചത്. ചോർന്ന വാതകം നിർവീര്യമാക്കാൻ കഴിഞ്ഞതാണ് അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചത്. വായുവുമായി സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ സൾഫൈഡ്. വെള്ളത്തിനിടയിൽ താഴ്ന്ന ഊഷ്മാവിലാണ് ഈ രാസവസ്തു നിറച്ച ടാങ്കർ സൂക്ഷിക്കുന്നത്. വാതകം പ്ലാന്റിലേക്ക് മാറ്റുമ്പോൾ ആനുപാതികമായി ടാങ്കറിനുള്ളിലേക്ക് വെള്ളം കയറ്റി പുറത്തേക്ക് വിടണം. ഇതിൽ വന്ന പിഴവാണ് അപകട കാരണമെന്നാണ് നിഗമനം. അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഉദ്യോഗസ്ഥരും അപകടസ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
കേരളത്തിൽ സംഘപരിവാർ RSS നടത്തിയ ക്രൂരതകളുടെ നേർക്കാഴ്ചകളുമായി CPIM നേതൃത്വത്തിൽ നവംബർ 3 മുതൽ 5 വരെ തിരുവനന്തപുരത്ത് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കുന്നു. പുത്തരിക്കണ്ടം മൈതാനത്ത് നായനാർ പാർക്കിൽ നടക്കുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിക്കും. പ്രദർശനത്തിന്റെ ഭാഗമായി രക്തസാക്ഷി കുടുംബ കൂട്ടായ്മയും നടക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദർശനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ആൽബം സംഘപരിവാറിന്റെ വധഭീഷണി നേരിടുന്ന കന്നഡ സംവിധായിക ചേതന തീർത്ഥഹള്ളി പ്രകാശനം ചെയ്യും. ഒക്ടോബർ വിപ്ലവത്തിന്റെ 100ാം വാർഷികാഘോഷങ്ങൾ നവംബർ 7-ന് തിരുവനന്തപുരത്ത് നടക്കുമെന്നും ജില്ലാ സെക്രട്ടറി അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ സഹോദരനുമായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക് പ്രകാരം 48,000 താറാവുകളെ കൊന്നുവെന്നും കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുമെന്നും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു പറഞ്ഞു. ഇന്ന് നടക്കുന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. പക്ഷിപ്പനിയെ തുടർന്ന് നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി പി രാജു പറഞ്ഞു. ആലപ്പുഴയിൽ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരുമായി നടന്ന ചർച്ചകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 പക്ഷിപ്പനി പിടിപെട്ട് 2 ലക്ഷത്തോളം താറാവുകളാണ് കർഷകർക്ക് നഷ്ടപ്പെട്ടത്. ഇതിന്റെ നഷ്ടപരിഹാര തുകയായ 5 കോടി രൂപ വിതരണം ചെയ്തിരുന്നു. ഇത്തവണയും വലിയ തോതിലുള്ള നാശനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുള്ളതായും മന്ത്രി പറഞ്ഞു. ഇന്ന് വൈകിട്ട് നടക്കുന്ന ക്യാബിനറ്റ് യോഗത്തിന് ശേഷം നഷ്ടപരിഹാര തുക സംബന്ധിച്ച് ധാരണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ അഫക്റ്റഡ് ഏരിയാസിൽ പോവുകയാണ്. എല്ലായിടവും അല്ല, ഒരു 3-4 കേന്ദ്രങ്ങളിൽ പോകുന്നുണ്ട്. ആ പോകുന്ന അവിടുത്തെ ഒരു അനുഭവം കൂടെ വെച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് നടക്കുന്ന 4 മണിക്ക് നടക്കുന്ന ക്യാബിനറ്റിൽ ഈ വിഷയങ്ങൾ വെച്ചുകൊണ്ട് നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും. ഒരു കാര്യം ഞാനിപ്പോൾ പ്രഖ്യാപിക്കുകയാണ്, ഈ കർഷകർക്കെല്ലാം യഥാർത്ഥ കണക്കുകൾ വെച്ചുകൊണ്ട് യഥാർത്ഥ കണക്കുകൾ നഷ്ടപരിഹാരം നൽകും അവർക്ക്. അത് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉറപ്പാണ്. ആ തുക മാത്രം എത്ര എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രം ഇന്നിപ്പോൾ ക്യാബിനറ്റിൽ വൈകിട്ട് ആലോചിച്ചതിന് ശേഷം തുക പ്രഖ്യാപിക്കും. അടുത്ത ദിവസം തന്നെ കേന്ദ്ര ഗവൺമെന്റിൽ നിവേദനം നൽകി കേന്ദ്ര സഹായം കൂടി ഉറപ്പുവരുത്തുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഗസ്റ്റ് ഹൌസിലെ മീറ്റിംഗിന് ശേഷം മന്ത്രി പക്ഷിപ്പനി ബാധിച്ച കുട്ടനാടൻ പ്രദേശങ്ങളിലും സന്ദർശനം നടത്തി. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തിരികെ വാർത്തയിലേക്ക്. കോട്ടയം ജില്ലയിലെ കുറിഞ്ഞി കോട്ടമല പാറമട സമരത്തിനിടെ അറസ്റ്റ് ചെയ്ത സമരസമിതി പ്രവർത്തകരെ കോടതി റിമാൻഡ് ചെയ്തു. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് രാമപുരം പഞ്ചായത്തിൽ ഹർത്താൽ നടത്തി. പാറമട വിരുദ്ധ സമിതിയും വ്യാപാരി സംഘടനകളും ചേർന്നാണ് ഹർത്താൽ നടത്തിയത്. കുറിഞ്ഞി കോട്ടമല പാറമട സമരത്തിനിടെ RDOയെ തടഞ്ഞ കേസിൽ സമരസമിതി പ്രവർത്തകരെ കോടതി റിമാൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് പാറമട വിരുദ്ധ സമിതിയും വ്യാപാരി സംഘടനകളും രാമപുരം പഞ്ചായത്തിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ടാക്സിയും മറ്റു വാഹനങ്ങളും ഒന്നും തന്നെ സർവീസ് നടത്തിയില്ല. സമരസമിതിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനം നടന്നു. വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ പരിസരം ചുറ്റി സഞ്ചരിച്ച മാർച്ച് രാമപുരം ടൗണിൽ സമാപിച്ചു. പാറമടയ്ക്ക് നൽകിയ അനുമതി പിൻവലിക്കും വരെ സമരം തുടരുമെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ നടപടി തീർത്തും ധിക്കാരപരമായിരുന്നു. പൊതുജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഇവിടുത്തെ നാട്ടുകാരുടെ അവസ്ഥകൾ മനസ്സിലാക്കാതെ പഞ്ചായത്ത് സെക്രട്ടറി ഏകപക്ഷീയമായി കൊടുത്ത ലൈസൻസിൽ പാറമട സംരക്ഷണ സമിതിയുടെ രാമപുരത്തെ മുഴുവൻ ജനങ്ങളും പ്രതിഷേധിക്കുകയാണ്. സുപ്രീം കോടതിയിൽ തന്നെ നിലവിലുള്ള കേസുകൾക്ക് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കളക്ടറുടെ ഇവിടെ പാറ ഖനന നിരോധന മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഉത്തരവ് നടപ്പിലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ട്രിബ്യൂണലിലും സർക്കാരിന്റെ മുന്നിലും ഈ വിഷയം സജീവമായി ഉന്നയിക്കാൻ തന്നെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രാമപുരം ടൗണിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ വിവിധ കക്ഷി നേതാക്കൾ സംസാരിച്ചു. ഈ മാസം 15 വരെയാണ് സമരസമിതി നേതാക്കളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിന്ത പബ്ലിക്കേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ കേരളം അറ്റ് 60 എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കർഷക സംഘം ഹാളിൽ നടന്ന ശില്പശാല CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള ചരിത്ര പരമ്പര ഉൾപ്പെടുത്തി ചിന്ത പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന ഗ്രന്ഥങ്ങൾ പുതിയ തലമുറയ്ക്ക് ഒരു റഫറൻസായി മാറണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ചിന്ത പബ്ലിക്കേഷൻസ് എഡിറ്റർ ജയദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PN പണിക്കർ, RVG മേനോൻ, MG രാധാകൃഷ്ണൻ തുടങ്ങിയവർ ശില്പശാലയിൽ സംബന്ധിച്ചു. കേരളത്തിലെ 62ഓളം വിഷയങ്ങൾ തെരഞ്ഞെടുത്താണ് ചിന്ത പബ്ലിക്കേഷൻസ് ഗ്രന്ഥങ്ങൾ തയ്യാറാക്കുന്നത്. തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന പുതിയ ഫ്ളാറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശ്രീകാര്യത്ത് SI പ്രോപ്പർട്ടീസിന്റെ എൻഡ്യൂറ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ തറക്കല്ലിടൽ കർമ്മം SI പ്രോപ്പർട്ടീസ് മാനേജിംഗ് ഡയറക്ടർ SN രഘുചന്ദ്രൻ നായർ നിർവഹിച്ചു. അത്യാധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി 56 ഫ്ളാറ്റുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ളാറ്റിന് 16 നിലകളായിരിക്കും ഉണ്ടായിരിക്കുക. തറക്കല്ലിടലിന് മുന്നോടിയായി ഭൂമി പൂജയും നടന്നു.
പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സജ്ജീകരിച്ച ടിസ്റ്റർ ടവറിന്റെ ഉദ്ഘാടനം മുൻ MLA M. പ്രകാശൻ നിർവഹിച്ചു. ഉയരത്തിൽ പൊങ്ങിക്കറങ്ങുന്ന ടവറിൽ 24 പേർക്ക് ഒരേ സമയം കയറാനാകും. മിതമായ നിരക്ക് മാത്രമേ ഈടാക്കുന്നുള്ളൂ എന്നും സംഘാടകർ അറിയിച്ചു. വിസ്മയ പാർക്ക് ചെയർമാൻ P. വാസുദേവൻ അധ്യക്ഷനായിരുന്നു. PN രാജപ്പൻ, PP ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന NC ശേഖറിന്റെ സ്മരണയ്ക്കായി NC ശേഖർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് പ്രമുഖ ചലച്ചിത്രകാരൻ ഷാജി N. കരുൺ അർഹനായി. 25,000 രൂപയും പ്രശസ്തിപത്രവുമാണ് അവാർഡ്. NC ശേഖറിന്റെ ചരമവാർഷിക ദിനത്തിൽ അവാർഡ് സമ്മാനിക്കും. N. പ്രഭാവർമ്മ, MB ഗോവിന്ദൻ, VPP മുസ്തഫ, ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഇടയത്ത് രവി എന്നിവരടങ്ങുന്ന അവാർഡ് നിർണയ സമിതിയാണ് ഷാജി N. കരുണിനെ തീരുമാനിച്ചത്.